ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം ഞാൻ ഉച്ച വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ ഇന്ന് ചേർക്കാൻ പോണത്. അപ്പോൾ വീഡിയോക്ക് കിടക്കാം. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ചമ്മനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ടാ. സ്കൂൾ ബസ് 10 മണിയാവുമ്പോൾ എത്തുമ്പോൾ, അപ്പോൾ 8:30 9 മണിയാകുമ്പോഴേക്കും ഞാനൊരു ഇത് റെഡിയാക്കി നിർത്തും. അത് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പൊ അച്ഛൻ വെറുതെ ഇരിക്കണാകുമ്പോൾ അച്ഛൻ കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അവൾക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം സ്കൂൾ ബസ്സിൽ പോകാനാണ് ഇഷ്ടമെങ്കിലും ഇടയ്ക്ക് അവള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് പറയും അച്ഛൻ കൊണ്ടാക്കി തരുമെന്ന്. നമ്മൾ ഫ്രീ ആണെങ്കിൽ കൊണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് 3-4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കാറാണെങ്കിൽ പൊടി പിടിച്ച് ഇങ്ങനെ കെടുക്കുന്നുണ്ട്. ഞാനാണെന്ന് കഴുകി കഴിഞ്ഞാൽ റെഡി ആവൂല. അപ്പൊ ഹസ്ബൻഡാണ് കഴുകുന്നത്. ആള് പിന്നെ ഒരു വണ്ടി പ്രാന്തനും കൂടിയാണ്. നമ്മുടെ ജൂനിയർ വണ്ടി പ്രാന്തനും ഇവിടെ ഉണ്ട് കേട്ടോ. ആളും അച്ഛനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ടിയൊക്കെ മേടിക്കാൻ നല്ല ആവേശമായിരിക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുനടക്കാനുള്ള കഴിവ് കുറവായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. ആഴ്ചയിൽ ഒരു ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ 2 വട്ടം അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ, അത് പൊടി പിടിച്ച് ആകെ അലമ്പായിട്ട് കിടക്കുകയാണെങ്കിൽ അപ്പോൾ ആള് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അച്ഛനും മോനും കൂടി എന്താ പരിപാടി എന്ന് സ്കൂബി ഒളിഞ്ഞു നോക്കണം കേട്ടോ. കുറെ നേരമായി അവളിങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട്. കാറ് കഴുകുമ്പോൾ, അതായത് നമ്മൾ കുളിക്കുമ്പോൾ കാലിന്റെ അടി വരെ കഴുകണ, നമ്മൾ അത്രയ്ക്ക് നീറ്റായിട്ട് കഴുകുമല്ലോ, അതേപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ്. വീല് വരെ അതിന്റെ വെറുതെ വിടില്ല. അത്രയ്ക്ക് ക്ലീനിങ് ആയിരിക്കും. ഞാൻ എപ്പോഴും കളിയാക്കാറുണ്ട് എന്തിനാ വീലൊക്കെ കഴുകണേന്ന്. പക്ഷെ ആള് അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആള് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യും കേട്ടോ. അതിപ്പോ കാറല്ല, ബൈക്കിന്റെ ആയാലും അതെ. കുഞ്ചെപ്പോഴും പറയും ഞാനും ഡുണ്ടും കഴിഞ്ഞാൽ പിന്നെ അച്ഛന് സ്കൂബിയും പിന്നെ നമ്മുടെ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം. അതൊരു സത്യം തന്നെയാണ്. അച്ഛന്റെ കാറ് കഴുകാനായിട്ട് സഹായിച്ചു കഴിഞ്ഞിട്ട് ഡുണ്ടപ്പം ബ്രഷ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പൊ ആൾക്ക് ഇറങ്ങണം എന്നുണ്ട്. അച്ഛന്റെ ചീത്ത കേട്ടിട്ടാണ് കയറിയത്. ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ആള് ബ്രഷും പിടിച്ചിരിക്കണം കേട്ടാ. പിന്നെ നമ്മുടെ കുഞ്ചമ്മ കുറെ നാളായി പൈനാപ്പിൾ മേടിക്കുന്നു പറയണേ. അപ്പൊ പൈനാപ്പിൾ മേടിച്ച് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ കാണുന്ന പോലെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് പോതി. അപ്പോൾ പൈനാപ്പിൾ മേടിച്ചു. അങ്ങനെ ചെത്താണ് കേട്ടാ. എനിക്കങ്ങനെ പൈനാപ്പിളില് ഉപ്പിലിട്ടത്, അങ്ങനെ ഉപ്പിലിട്ടതിനോടൊന്നും അധികം ഇഷ്ടമല്ല കേട്ടാ. അത് പക്ഷെ നമ്മുടെ ഹസ്ബൻഡും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഉപ്പിലിട്ടത്, മോര്, മോരും വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും ഓരോ റീൽ ഇങ്ങനെ ആള് അയച്ചു തന്നിട്ട് പറയും, കണ്ടാ അങ്ങനെ ചെയ്തുകൂടെ നിനക്ക്, അച്ചാറാ അല്ലെങ്കിൽ ഉപ്പിലിട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കൂടെയെന്ന്. ഞാൻ ഒരുവിധം ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും ഇത് സ്ഥിരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. കാരണം ഇത് പ്രഷറും അങ്ങനത്തെ കുറെ അൾസർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടറിവുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടാ. എന്നാലും ഇങ്ങനെ ഓരോ പൂതിക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ രുചി ഭയങ്കര എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ കഴിച്ചിട്ട് കുറെ നാളായി. പൈനാപ്പിൾ കഴിക്കാറുണ്ട്, നമ്മൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് കഴിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര റയറാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും കൂടുതൽ കഴിച്ചത് കുഞ്ചുമ്മ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും വയറ് വല്ല വേദന എടുക്കും, നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ല, പക്ഷെ ആള് നന്നായി കഴിച്ചു. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസിൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക്, നമ്മുടെ ന്യൂ ബോൺ ബേബിക്ക് എന്താ പറയാ, ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഹിമാലയ ആണോ, ഏതാണ് അവൾ ഉപയോഗിക്കണേ, എനിക്കറിയില്ല. അപ്പൊ അവളോടൊന്ന് വിളിച്ച് ചോദിക്കാൻ ഞാൻ പറയണേ. ഞാൻ ഈ ഹിമാലയയുടെ ബിഗ് ഫാനാണ് കേട്ടോ. കാരണം എൻ്റെ 2 പിള്ളേർക്ക് ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പവും ഞാൻ ഇന്ന് വരെ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഡുണ്ടുവിന് ഹിമാലയയുടെ ലോഷനും സോപ്പൊക്കെ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അവനൊരു കുഴപ്പം ഉണ്ടാവാറില്ല. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂബിക്ക് ഫുഡ് മേടിക്കണം. അത് നമ്മുടെ കൈപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അവൾക്ക് ചിക്കൻ്റെ പാർട്സാണ് മേടിക്കാറ്. അത് ആഴ്ചയിൽ ഒരു വട്ടം മേടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.